മലപ്പുറം കരുവാരക്കുണ്ടിൽ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ 14-കാരിയുടെ മരണം കൊലപാതകം. പോലീസ് കസ്റ്റഡിയിലെടുത്ത 16-കാരനായ ആൺസുഹൃത്ത് കുറ്റം സമ്മതിച്ചു. വാണിയമ്പലത്തിനടുത്ത് തൊടികപ്പലത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൈകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ വാർത്ത കേട്ട് ഞാൻ ഭയങ്കര ഷോക്കായി. ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ചെയ്തൊരു ക്രൂരത. ഇത് ചെയ്തവൻക്കും 10-16 വയസ്സിനുള്ള പ്രായപൂർത്തിയായിട്ടില്ല. വേറൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഇന്നലെ ഈ ഒരു കുട്ടീനെ 16 വയസ്സുള്ള ഈ പെൺകുട്ടീനെ കാണാതായി എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടീനെ കണ്ടപ്പോൾ നല്ലൊരു മിടുക്കിയായ ഒരു പെൺകുട്ടി, നല്ല ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ. ഞാൻ അങ്ങനെ ദ്വാ ചെയ്തു, പഠിച്ചവനെ എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ വേഗം കണ്ടെത്തണം എന്നുള്ളത്. കാരണം ഇങ്ങനെ കാണാതാവുന്ന കുട്ടികളൊക്കെ വേഗം കണ്ടെത്തലുണ്ട്. ഇന്ന് കേൾക്കുന്നൊരു വാർത്ത കൊന്നു മാത്രമല്ല, ആരെ ചെയ്തിട്ടുള്ളത്? അവളുടെ ഇഷ്ടത്തിൽ, അവളോട് ഇഷ്ടമുണ്ടായിരുന്ന ഒരുത്തൻ തന്നെയാണ് അത്ര. അവനെ പിടിച്ചിട്ടുണ്ട്. 16-17 വയസ്സേ അവനക്കുള്ളൂ. എവിടെ നോക്കിയാലും ഉള്ളത് ഈ പ്രണയം, ബെസ്റ്റി, ഇതിൻ്റെ പിന്നാലെ നടക്കുക. അപ്പോൾ വീട്ടുകാർക്കൊക്കെ അത് അറിയായിരുന്നു, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത്. വീട്ടുകാർ ഇവനെ വിലക്കിയതാണ്. പൊന്നു മോനെ, നീ ഒരു ചെറിയ കുട്ടിയല്ലടാ, അവൾ 10ാം ക്ലാസ് പഠിക്കല്ലേ, എന്ത് ചെയ്യല്ലേ. അപ്പോൾ ഓൻ ചെയ്തത് എന്താണെന്നറിയോ? ഈ പെൺകുട്ടിയുടെ മാതാവിനെ ഭീഷണിപ്പെടുത്തുക ചെയ്തത്. ആ വീട്ടുകാർ പറയുന്നതാണ് മാതാവിനെ ഭീഷണിപ്പെടുത്തുക. ഇപ്പോൾ അവനെ പോലീസ് പിടിച്ചു. ഇന്നലെ പോലീസൊക്കെ ചോദ്യം ചെയ്തതാ. അപ്പോൾ പറഞ്ഞത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നേരെ തന്നെയാണ്. അവളങ്ങനെ വീട്ടിലേക്ക് പോയി. ഞാൻ അറിയില്ല, എൻ്റെ കൂടെ കുറച്ചു നേരം നടക്കാനുണ്ടായിരുന്നു, മറ്റൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കിട്ടിയപ്പോൾ ഇവൻ പറഞ്ഞത് അത് ട്രെയിൻ ഇടിച്ചതായിരിക്കും എന്നുള്ളതാണ്. എന്ത് ട്രെയിൻ ഇടിച്ചത്? അതിൻ്റെ പരിക്ക്, അതിന് അപകടം വരുത്തിയത് മറ്റു ചില പരിക്കുകളാണുള്ളത്. ഇപ്പോൾ അതിലാണ് ഈ ഒടുവിൽ ഇവൻ കുറ്റം സമ്മതിച്ചു. ഇവൻക്കൊക്കെ എന്ത് ശിക്ഷ എങ്ങനെ കൊടുക്കാൻ പറ്റുക? 16 വയസ്സുള്ളവർക്ക് ശിക്ഷ പോലും കിട്ടൂല. അപ്പം ഷഹബാസ് എന്ന് പറഞ്ഞ ചെക്കനങ്ങൾക്ക് ഓർമ്മയില്ലേ? എല്ലാവരും കൂടി തല്ലിക്കൊന്നിട്ട് ഓരൊക്കെ എന്തായി, പരീക്ഷ പോലെ എഴുതി. അവരൊക്കെ പുറത്തിറങ്ങി ഇന്നിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത്. ആ വാപ്പാക്കും മാക്കും പോയി. ഇവർക്കൊക്കെ കൊടുക്കേണ്ട നിയമം എന്താണെന്നറിയോ? ഇവരൊക്കെ 15 വയസ്സ് കഴിയുമ്പോഴേക്കൊക്കെ പ്രായപൂർത്തിയായി കണക്കാക്കണം. പഴയ കാലമൊന്നുമല്ല. 9, 8, 10 വയസ്സിൽ പെൺകുട്ടികൾ ഋതുമതിയാവുന്ന കാലമാണ്. 9 പഠിക്കുന്ന പെൺകുട്ടികൾ ഗർഭിണിയാവുന്നൊരു കാലമാണ്. ഇപ്പോഴും 18 വയസ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്കും ഇവനെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. നാട്ടുകാർ പറഞ്ഞു ഇവനെക്കുറിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവൻ കഴിഞ്ഞ 5-ാം തീയതി സ്കൂളിൽ പോയതാണ്. ഈ പെൺകുട്ടീനെ ഇന്നലെ സ്കൂളിലേക്ക് പോയിട്ടില്ല. സ്കൂളിലേക്കാന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഈ പെൺകുട്ടി പോയിട്ടില്ല. ശരിക്കും ആ സ്കൂളിൽ കുട്ടി ക്ലാസ്സിൽ എത്തിയില്ലെങ്കിൽ അപ്പം തന്നെ ക്ലാസ് ടീച്ചർ വിളിക്കണ്ടേ, വീട്ടിലേക്ക് വിളിക്കണ്ടേ, കുട്ടി ഒന്ന് വന്നിട്ട് ചില എന്താ അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഈ കുട്ടീനെ കണ്ടെത്തായിരുന്നു. ആ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും രാവിലെ 7:30 സ്കൂളിൽ പോകും, പിന്നെ വൈകിട്ട് 4:30 വരവുണ്ട്. കുറച്ച് വൈകി പോയി. ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയതാണ്. അമ്മ തന്നെയാണ് സ്കൂളിലേക്ക് വിട്ടത്. പക്ഷേ സ്കൂളിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. അങ്ങനെ മിസ്സിങ് ആണെന്നൊരു ഏകദേശം ഒരു ഈവനിങ്ങിലാണ് അറിയണത്. അപ്പോൾ കുട്ടി ഒരു നമ്പറിൽ നിന്ന് വിളിച്ചു, ഞാൻ അവിടെ എത്താനായി, വീട്ടിലെത്താനായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ഫോണില്ലേ? ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല. അപ്പം അങ്ങനെ സംശയം തോന്നിയപ്പോഴാണ് അമ്മയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു. സാർമാർ അന്വേഷിച്ചു. ഇവിടെ തൊടുവപ്പലം വരെ ആ ഒരു നമ്പറിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ട് അവർ അന്വേഷിച്ചു. പിന്നെ ഇപ്പം അറിയണത് ഈ ചെക്കനെ ഇവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കുട്ടീനെ ആരും കണ്ടതായിട്ട് പറയും. പിന്നെ പറഞ്ഞു ഒരു 4 പേര് ഇതിലങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്, അതിലൊരു പെൺകുട്ടീൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ന്യൂസ് കിട്ടിയത്. അത്ര അനുഭവമില്ല. കുട്ടി സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ പോകാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഈ ചെക്കനായിട്ട് ചെറിയ റിലേഷൻ ഉണ്ടായിരുന്നു, അതൊന്ന് വാൺ ചെയ്ത് വിട്ടിട്ട് ഈ കുട്ടി ഒരു നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അറിയണത് കുറച്ച് MDMA അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഓന് ഒറ്റയ്ക്കല്ലത്, ആൾ വേറെ സഹായികളുണ്ട്. ശക്തമായ അന്വേഷണമാണ്. എന്താ റബ്ബേ വീട്ടുകാരോട് പറയാ? ഇന്ന് നമ്മൾ സ്കൂളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ബെസ്റ്റ്, എല്ലാവരും കമ്മിറ്റഡ്, എല്ലാവർക്കും പ്രണയങ്ങൾ. നമ്മൾ ഈ പ്രണയത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്ത വൈബ്, നമ്മൾ 6-ാം നൂറ്റാണ്ട്, നമ്മളൊന്നിനും കൊള്ളാത്ത ആളുകൾ. നിങ്ങൾ ഏത് ബസ് സ്റ്റാൻഡിൽ പോയൊക്കെ, കുന്നംകുളം ആയാലും എവിടെ, മലപ്പുറം ജില്ലയൊക്കെ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ മറ്റേ ഏപ്പടം കാണുന്ന പോലെയാണ്. അശ്ലീല രംഗങ്ങളാ കാണാം. പരസ്പരം വാരിപ്പുണർന്ന് കയ്യിൽ ഇതും പിടിച്ച് നടക്കുന്ന കുട്ടികളെ കാണാം. ഇത് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരായി? നമ്മൾ സദാചാര പോലീസിങ്ങായി. ഇന്ന് അധ്യാപകർക്ക് വടിയെടുക്കാൻ പാടില്ല. വടിയെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കേസായി, അവർക്കെതിരെ പോക്സോ കേസ് കൊടുക്കും. പിന്നെ ഞങ്ങൾ അങ്ങനാക്കി ഇങ്ങനാക്കി എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് പരിഷ്കാരവും നമുക്ക് വിദ്യാഭ്യാസവും കൂടിയത് ആപത്തായത്. പണ്ടൊന്നും ഈ രീതിയിലില്ലല്ലോ. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പഠിക്കുകയാണ്, ഞാൻ എൻ്റെ പരിപാടിക്ക് അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്ക് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിൽ ചെയ്തതാവും.
ഇപ്പോൾ വിവരങ്ങളിൽ പുറത്ത് വരാൻ പോകണുള്ളൂ. ഇവളതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചപ്പോഴാവും ഇവന് ചെയ്തിട്ടുണ്ടാവും. ആ വീട്ടുകാർ പറഞ്ഞു ഇവനക്ക് വേറെ എന്തൊക്കെ അതിനോട് ബന്ധമുണ്ട്, ഇതിനോട് ബന്ധമുണ്ട്, ലഹരിക്ക് അഡിക്റ്റ് ആണെന്നൊക്കെ പറയുന്നത് അല്ലാഹു ആലം. പക്ഷേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നാളെ എപ്പോഴും സംഭവിക്കാവുന്നൊരു ദുരന്ത, നമുക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വേഗത്തിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഞാൻ ഒരു കൗൺസിലർ എന്ന നിലക്ക് എൻ്റെ അടുത്ത് ഇത്രയും കേസുകൾ ഇഷ്ടംപോലെ വരാറുണ്ട്. ആ വന്ന കേസുകളിലൊക്കെ അൽഹംദുലില്ലാ വളരെ ചുരുക്കം കേസുകൾ മാത്രമേ വിജയിക്കാതിരുന്നുള്ളൂ. എല്ലാം ഒന്നും വിജയിച്ചെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ നല്ലൊരു പങ്കും നമ്മളത് രണ്ട് വഴിക്കാക്കിയിട്ട് നല്ല റാഹത്താക്കി മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഇന്ന് എവിടെ നോക്കിയാലും കുട്ടികളുടെ കയ്യിൽ ഫോണില്ലെങ്കിൽ മക്കൾക്ക് ജീവിക്കാൻ പറ്റൂല. ഭക്ഷണം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഫോണ് വേണം. പഠിക്കാനും ഫോണ് വേണം, എല്ലാത്തിനും ഫോണ് വേണം. നീ ഫോണ് നല്ലതിന് ഉപയോഗിക്കട്ടെ. ആ ഒരു കൾച്ചറിലേക്ക് മാറുന്നതിന് പകരം ഇവർ ചെയ്യുന്നൊരു രീതി, എവിടെ നോക്കിയാലും ആൺകുട്ടികളായിട്ട് ഈ കൊസറ കൊള്ളിയിട്ട് നടക്കുക ഒക്കെ. ഈ പെൺകുട്ടികൾക്ക് ഇതൊക്കെ ടൂറ് പോയാൽ അല്ലെങ്കിൽ സ്കൂളിലെ ഇവൻസിന് കലോത്സവത്തിന് പോയാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാർക്ക് തന്നെ അറിയാം പലതും, അവർ പുറത്ത് പറയാഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇടപെടുന്ന എന്തിനാണ്? നമ്മൾ ഇടപെട്ടിട്ട് ആ പെൺകുട്ടി എങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുങ്ങൂലെന്ന് ഒരു സ്കൂളിലെ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലത്തെ ഒരു പെൺകുട്ടിന് ആൺകുട്ടി ഒരു അഫെയർ ഉണ്ട്, ബന്ധമുണ്ട്, ഇത് സ്കൂളിലേക്ക് നേരത്തെ ഇവിടെ വരിക. അന്ന് ബാത്റൂമിൽ നിന്നാണ് പരിപാടി. ബാത്റൂമിൽ നിന്ന് പരിപാടി ടീച്ചർക്ക് സംശയം തോന്നി ടീച്ചർ പിടിച്ചു, ഒരു മാഷിൻ്റെ സഹായത്തോടെ പിടിച്ചപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? മാഷിക്കെതിരെ കേസ് കൊടുത്തു. എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. അതിന് പോക്സോ കേസാണ്. ലാസ്റ്റ് അത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഒതുക്കി തീർത്തു എന്നുള്ളതാണ്. കാരണം ഇത് പ്രശ്നമാവും. പിന്നെ പത്രത്തിൽ വാർത്ത കാണുന്നത് എന്താണെന്നറിയോ? ആ പോക്സോ കേസിൽ അധ്യാപന അറസ്റ്റിൽ. എന്താ വിഷയം? ഗുണദോഷിച്ചതോ ഇതുപോലെ അഫെയറുകൾ പിടിച്ചതോ, ഇതൊക്കെ ഇതിന് എല്ലാം അങ്ങനെയാണെന്നല്ല, പക്ഷെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ നല്ല കെയറിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഇതുപോലത്തെ ദുരന്തങ്ങളായിട്ട് മാറും. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ നടന്ന് സ്കൂളും മുടക്കിയിട്ട് ഓൻ്റെ കൂടെ നടന്ന് ചിരിച്ച് എവിടെയൊക്കെ പോയിട്ട് ഒടുവിൽ ആ പെൺകുട്ടി നല്ലതാണ് വിചാരിച്ചിട്ടുണ്ടാവും. 10ാം ക്ലാസ്സാണ്, ഇപ്പോൾ ഇതാ മോഡൽ എക്സാം വരാൻ പോവുകയാണ്, അത് കഴിഞ്ഞാൽ ഫൈനൽ എക്സാം ആണ്, ഇനി ഒന്ന് പഠിക്കണം, നല്ല പഠിക്കണ കുട്ടി വേണത്ര ആ കുട്ടി. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നന്നാവണം എന്ന് തീരുമാനിച്ചപ്പോൾ ഇവൻ സമ്മതിച്ചില്ല. ഈ 16 വയസ്സ് ഇവർക്ക് സൗദി നിയമം കൊണ്ടുവരണ്ടേ? ഇനിയിപ്പോൾ ഓർക്കിപ്പോൾ എന്താ ഉണ്ടാവുക? കുറച്ചൊരു ജുവനൽ ആക്ട് പ്രകാരം കുറച്ച് കാലം ഒരു ദുർഗുണ പരിഹാരശാല നിൽക്കും. എല്ലാ ദുർഗുണ സ്വഭാവവും പഠിക്കും. അവർക്ക് സാധാരണ കുറ്റവാളികളെ ശിക്ഷയില്ല. നമ്മുടെ അവിടെ കുറ്റവാളികൾക്ക് നല്ല സത്യം പറഞ്ഞാൽ മട്ടൻ, ആഴ്ചയിൽ മട്ടന്, ചിക്കന്, മറ്റേ എല്ലാ സാധനങ്ങളും കിട്ടുകയാണ്. പിന്നെ അവർക്ക് തൊഴിലിൻ്റെ കാശ് കൂട്ടിയിരിക്കണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നമ്മളെ മക്കളോട് നന്മ പറഞ്ഞു കൊടുത്താൽ നമ്മൾ പിന്നെ തന്തവൈബായി. ഇതിന് ചെയ്യേണ്ടുന്നൊരു കാര്യം എങ്ങനെയാണ്? പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ രക്ഷിതാക്കളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വല്ല അഫെയർ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് സംസാരിക്കുക. ഓരോട് നിങ്ങൾ മക്കളോട് ഒരു അകൽച്ച പാടില്ല. നന്നായിട്ട് നല്ലൊരു ഫ്രണ്ടിനെ പോലെ ഇടപഴകുക. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് വെറുതെ ഒച്ചമൂലിയും കൂട്ടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരെ അടിച്ചും മേടിച്ചിട്ടൊന്നും പരിഹരിക്കാൻ ശ്രമിക്കേണ്ട. ഒന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ തന്നെ സ്റ്റേഷനിലൊക്കെ വരെത്തിയ കേസാണ് ഇത്. പിന്മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും പിന്മാറാത്ത കേസാണ്. അപ്പോൾ ഇത്തരത്തിൽ മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹം ഇല്ലാത്തൊരു ബന്ധം ജീവിതമാണോ, അതൊരു വലിയ ദുരന്തമായിട്ട് അവസാനിക്കും. എന്തായാലും എല്ലാവരും സൂക്ഷിച്ചോ. പെൺകുട്ടികളും ആൺകുട്ടികളുടെ രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുക ആൺകുട്ടിക്ക്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പെങ്ങൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ എടാ ഇത് ഇഷ്ടപ്പെടുമോ, ഇത് അംഗീകരിക്കുമോ? എൻ്റെ പെങ്ങളെയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ ഉണ്ടാവട്ടാ. ഓ മാത്രമല്ലല്ലോ കുറ്റക്കാരനെ, ഓളും കൂടി ആക്കിയിട്ടല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകൾ നോക്കിക്കോങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഓനൊക്കെ ഇടുന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ മുന്നേ ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടത്. അതുകൊണ്ടാണ് ചില മതങ്ങളൊക്കെ പറയുന്നത് ആണും പെണ്ണും കൂടി ഒന്നിച്ചിരിക്കുന്നതിനൊക്കെ വിലക്കുണ്ട്, ആണും പെണ്ണും ഒന്നിച്ച് പോകാൻ പാടില്ല. അതേപോലെ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും വെക്കാൻ കാരണം ഇതൊക്കെ പാപമാണെന്നും ഇതിനേക്കാളും വലിയ അബദ്ധങ്ങളിലേക്കും മക്കൾ നഷ്ടപ്പെടാൻ കാരണമാവെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴേക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊക്കെ ഭയങ്കര സാധാ, നീയൊക്കെ ചിന്തിക്കുന്നതിൽ ലിംഗം കൊണ്ട് ചിന്തിക്കാന്നൊക്കെ പറയും. അതാണ് ഇപ്പോഴത്തെ ഒരു വേർഡ്, ലിംഗം കൊണ്ട് ചിന്തിക്കണവരാണ്. ലിംഗം കൊണ്ടാണോ അവൻ തിന്നണത്, ഓൻ ഉറങ്ങണത് ലിംഗം കൊണ്ടാണ്. ഇതേ അവസ്ഥ ഇല്ലാതിരിക്കാൻ 9ൽ പഠിക്കണ മക്കൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ആരാ സമാധാനം പറയാ? ഒരു നിലക്കും ശാസ്ത്രീയമായിട്ട് പ്രശ്നമില്ലല്ലോ ഗർഭിണിയാവാൻ. അല്ലാതെ മക്കളെ വേഗം കെട്ടിച്ചു വിടുക എന്നുള്ളതല്ല. മക്കൾക്ക് അവയർനെസ് കൊടുക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് നല്ല അവബോധങ്ങൾ കൊടുക്കുക, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ പ്രണയബന്ധങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന സാഹചര്യമാണെങ്കിൽ തുറന്നു പറയുക. ഇന്നൊരാൾ ഇഷ്ടമുണ്ടായിരുന്നു, ഞാൻ അത് ബ്രേക്കപ്പ് ആവണോ, എന്തെങ്കിലും ഇഷ്യൂ ചെയ്യോ, ആൺകുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ബ്രേക്കപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മോനെ എൻ്റെ പെങ്ങളെപ്പോലെ കരുതുക. നമ്മുടെ പെങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുമോ? ആ രീതിയിൽ അവർക്കും കൗൺസിലിങ് കൊടുക്കാം. അല്ലാതെ ഒരു പരിഹാരമില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ 2 പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം മാത്രമല്ല ഞെട്ടലാണ്. നാളെ നമ്മുടെ മക്കൾക്ക് ഇത് സംഭവിച്ചെങ്കിൽ എന്നുള്ള പേടി. എന്തായാലും ഈ വിഷയങ്ങൾ കണ്ടിട്ട് ഓരോ സ്ഥലത്തും
ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം കാണുമ്പോൾ ഇതെല്ലാം ഇതിലപ്പുറം സംഭവിക്കുന്നത് ഉറപ്പാണ്. അതിൽ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്നത് പരിഹരിക്കാൻ എന്താണ് മാർഗമെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ.